വെനസ്വേല ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ അമേരിക്കയ്ക്ക് നൽകും എന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. വെനസ്വേലയിലെ ഇടക്കാല അധികാരികൾ 30 മുതൽ 50 ദശലക്ഷം ബാരൽ എണ്ണ അമേരിക്കയ്ക്ക് കൈമാറുമെന്നും അതിൽ താൻ സന്തോഷവാനാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു. മുൻ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ബന്ദിയാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ അവകാശവാദങ്ങൾ. എണ്ണയതിന്റെ വിപണി വിലയ്ക്ക് വിൽക്കുമെന്നും കൂടാതെ ആ പണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ നിയന്ത്രിക്കുമെന്നും ട്രംപ് വാദിച്ചു. വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി അത് ഉപയോഗിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വെനസ്വേലയിലെ ഇടക്കാല അധികാരികൾ 30 മുതൽ 50 ദശലക്ഷം ബാരൽ വരെ ഉയർന്ന നിലവാരമുള്ള എണ്ണ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ എണ്ണ അതിന്റെ വിപണി വിലയ്ക്ക് വിൽക്കും. കൂടാതെ ആ പണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിയന്ത്രിക്കും. വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി അത് ഉപയോഗിക്കുമെന്നും ഉറപ്പാക്കും എന്നും ട്രംപ് പറഞ്ഞു. കൈമാറുന്ന എണ്ണ സംഭരണ കപ്പലുകളിൽ കൊണ്ടുപോയി US ഡോക്കുകളിൽ ഇറക്കുമെന്നും ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പ്രഖ്യാപനത്തോട് വെനസ്വേലൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല. മഡുറോയെ ബന്ദിയാക്കിയതിനു ശേഷം വെനസ്വേല അമേരിക്കയുമായി സഹകരിക്കുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ വെനസ്വേലയിലെ വിഭവങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കരാകാസിൽ US ആക്രമണം നടത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ സൈനിക ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് US ആക്രമണം നടത്തിയത്. കാരക്കാസിന് പുറമെ മിറാൻഡ, അരഗ്വ, ലാഗ്വേയ എന്നിവിടങ്ങളിലാണ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ മഡുറോയെയും പങ്കാളിയെയും US ബന്ദിയാക്കിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ കോടതിയിൽ മഡുറോയെ ഹാജരാക്കി. US തനിക്കെതിരെ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും മഡുറോ നിഷേധിച്ചിരുന്നു. അമേരിക്കയുടെ വാദങ്ങൾ തള്ളി നിരപരാധിയും മാന്യനുമാണെന്ന് മഡുറോ പറഞ്ഞു. താൻ ഇപ്പോഴും സമ്പൂർണ്ണ അധികാരമുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്നും മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നും മഡുറോ വ്യക്തമാക്കി. കേസിലെ അടുത്ത വാദം മാർച്ച് 17-നാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ബന്ദിയാക്കിയ US നടപടി രാജ്യങ്ങളുടെ അടിസ്ഥാന സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയെന്ന് UN അവകാശപ്പെട്ടു. വെനസ്വേലയിലെ ജനങ്ങളെ കേൾക്കണമെന്നും ഇത്തരം നടപടികൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നുവെന്നും UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് പറഞ്ഞു. വെനസ്വേലയുടെ പരമാധികാരത്തിനും UN ചാർട്ടറിനും വിരുദ്ധമായ ഈ സൈനിക ഇടപെടൽ മനുഷ്യാവകാശങ്ങളുടെ വിജയമല്ലെന്നും അത് അന്താരാഷ്ട്ര സുരക്ഷയുടെ ഘടനയെ തകർക്കുകയാണെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരായി രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നത് UN ചാർട്ടറിന്റെ ലംഘനമാണെന്ന് ഹൈക്കമ്മീഷണറുടെ വക്താവ് രവീന ഷംദാസാനി പറഞ്ഞു. വളരെ കാലമായി വെനസ്വേലൻ ജനതയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള പൂർണ്ണ ബഹുമാനം ഉറപ്പാക്കാൻ US-നോടും വെനസ്വേലൻ അധികാരികളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും UN അവകാശപ്പെട്ടു. വെനസ്വേലയുടെ ഭാവി വെനസ്വേലൻ ജനത മാത്രം നിർണ്ണയിക്കണം. സ്വയം നിർണ്ണയത്തിനുള്ള അവകാശം ഉൾപ്പെടെയുള്ളവരുടെ മനുഷ്യാവകാശങ്ങളോടും അവരുടെ ജീവിതത്തിനും വിഭവങ്ങൾക്കും മേലുള്ള പരമാധികാരത്തോടും അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണ ബഹുമാനം കാണിക്കണമെന്നും UN വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കരാകാസിൽ US ആക്രമണം നടത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ സൈനിക ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് US ആക്രമണം നടത്തിയത്. കരാകാസിന് പുറമെ മിറാൻഡ, അരഗ്വ, ലാഗ്വേയ എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.